വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ വചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ അരുളപ്പാടുകൾ തൻ്റെ ജനത്തെ അറിയിക്കുന്ന സമയമാണ്. എത്രയോ ഗൗരവത്തോടെ ഉണർവോടെ നമ്മൾ ദൈവവചനത്തെ സ്വീകരിക്കാൻ ഒരുങ്ങണം. ദൈവം സംസാരിക്കുന്ന സമയം വലിയ സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ വചനവേദിയിൽ നമ്മോടൊത്തായിരിക്കുന്നത് സ്നേഹബഹുമാനപ്പെട്ട സ്നേഹ സിസ്റ്ററാണ്. MSJ സന്യസ്ത സമൂഹത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ ഈ നാളുകളിൽ തലശ്ശേരി അതിരൂപതയിലെ മണ്ഡലം ഇടവകയിലെ ഒരു പുതിയ ഗവൺമെൻറ് സ്ഥാപിച്ച് അവിടെ ആയിരുന്നുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വിവിധ ശുശ്രൂഷകൾ ചെയ്ത് സഭയെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ശക്തമായ രീതിയിൽ കാലഘട്ടങ്ങളിൽ കർത്താവ് ഉപയോഗിക്കുന്ന ഈ ധ്യാന പ്രസംഗകയെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് ഈ വചനവേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഈ രാത്രിയുടെ യാമങ്ങളിൽ വലിയ തീഷ്ണതയോടെ ദൈവസ്നേഹ അനുഭവത്തിൽ നിറഞ്ഞ് പ്രാർത്ഥനാ നിരതരായിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഈ വചന ശുശ്രൂഷ നയിക്കാൻ കൃപയും അഭിഷേകവും എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് യാചിക്കുന്നു. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന നമ്മളെ എല്ലാവരെയും ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ദൈവാനുഗ്രഹം പ്രാപിക്കുന്ന ഓരോ ദൈവമക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ പ്രതീക്ഷയോടെ, ഒത്തിരിയേറെ വിശ്വാസത്തോടെ ദൈവവചനം ശ്രവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഈ രാത്രിയുടെ യാമങ്ങളിൽ സർവശക്തനായ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ അൽഫോൻസാമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്, എനിക്കൊരിക്കലും ആരെയും വെറുക്കാൻ സാധിക്കുകയില്ല എന്ന്. പ്രാർത്ഥനയിലും ദൈവവചന ശുശ്രൂഷയിലും നമ്മളായിരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കൂടുതൽ സമർത്ഥമായി വർഷിക്കപ്പെടുവാൻ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കേണ്ട ഏറ്റവും മനോഹരമായ ഒരു ചിന്തയാണ്, പ്രാർത്ഥനയാണ് വിശുദ്ധ അൽഫോൻസാമ പങ്കുവച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടെ നമുക്ക് കേൾക്കാം. വിശുദ്ധ അൽഫോൻസാമ ഇപ്രകാരം പറയുന്നു: എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്, ജീവിതത്തിൽ ആരെയും ഒരിക്കലും എനിക്ക് വെറുക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന്. ഈ രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്കും ഒന്ന് തിരിഞ്ഞു നോക്കാം. വിശുദ്ധ അൽഫോൻസാമ പറഞ്ഞതുപോലെ നമുക്കും പറയാനായിട്ട് സാധിക്കുമോ? എനിക്കും എല്ലാവരോടും, ഞാൻ സ്നേഹിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന എല്ലാവരോടും എനിക്കും സ്നേഹമാണെന്ന്. ജീവിതത്തിൽ ആരെയും എനിക്ക് വെറുക്കാൻ സാധിക്കുകയില്ല എന്ന് പറയാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ ആധ്യാത്മികത. അതുകൊണ്ട് വിശുദ്ധ അൽഫോൻസാമ ഇങ്ങനെ പറഞ്ഞു: പുഞ്ചിരി ഒരു തിരിവെട്ടമാണ്, വേദനിക്കുന്നവരുടെയും സങ്കടപ്പെടുന്നവരുടെയും മുഖത്തേക്ക് നോക്കി കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിലേ, ഹൃദയത്തിൽ സന്തോഷമുണ്ടെങ്കിലേ, ഹൃദയത്തിൽ ക്ഷമയുണ്ടെങ്കിലേ നമുക്ക് പുഞ്ചിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻസാമയ്ക്ക് പറയാനായിട്ട് സാധിച്ചത് പുഞ്ചിരി ഒരു തിരിവെട്ടമാണ്.
ഹൃദയത്തിൽ തിരിതെളിയുമ്പോൾ, ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും നന്മയുടെയും തിരിതെളിയുമ്പോൾ മുഖത്ത് പുഞ്ചിരി തെളിയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, തോളോട് തോളൊരുമി ഇരിക്കുന്നവരും സഹപ്രവർത്തകരായി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്നവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി കടന്നു പോകുന്നവരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരുമെല്ലാം ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളിലൂടെയും വേദനകളിലൂടെയും നൊമ്പരങ്ങളിലൂടെയും അസ്വസ്ഥതകളിലൂടെയും സങ്കടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാകാം. അപ്പൊ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നിന്ന് ഒരു പുഞ്ചിരി, കരുണയുടെ ഒരു പുഞ്ചിരി, സ്നേഹത്തിൻ്റെ ഒരു വാക്ക് അവർക്ക് സമ്മാനിക്കാൻ സാധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആധ്യാത്മിക ജീവിതത്തിൽ ദൈവാനുഭവത്തിൽ വളരുകയല്ലേ. വിശുദ്ധ കൊച്ചുത്രേസ്യ അവളുടെ കൊച്ചുപ്രായത്തില് അവളുടെ അപ്പൻ്റെ കൈക്ക് പിടിച്ച് കടല് കാണാൻ പോയി. കടല് കാണാൻ പോയ അവസരത്തിൽ കടലിലേക്ക് വളരെ സൂക്ഷ്മമായി നോക്കി നിൽക്കുമ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യ ഇങ്ങനെ കണ്ടു. അസ്തമയ സൂര്യന്റെ പ്രകാശകിരണങ്ങൾ കടലിലേക്ക് വീശുന്നു. ആ പ്രകാശകിരണങ്ങൾ ഒരു വഴി പോലെ തെളിഞ്ഞു കിടക്കുന്നു. ആ പ്രകാശകിരണങ്ങൾ തെളിക്കുന്ന പാതയിലൂടെ ഒരു ബോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾ ശ്രദ്ധിച്ചു നോക്കിയിട്ട്, ആ ബോട്ടിനെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് ആ കടലിലേക്ക് നോക്കി നിന്നുകൊണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാനാകുന്ന വഞ്ചി നീ തെളിച്ചു തരുന്ന പ്രകാശപാതയിലൂടെ മാത്രം സഞ്ചരിക്കട്ടെ എന്ന്. ഒരിക്കലും എൻ്റെ ജീവിതമാകുന്ന വഞ്ചി അങ്ങ് തെളിച്ചു തരുന്ന പ്രകാശ വീതി വിട്ട് അകലങ്ങളിലേക്ക് പോകാൻ ഇടവരാതിരിക്കട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാകുന്ന വഞ്ചി പോകേണ്ട വഴി ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശ കതിരുകളാൽ തെളിച്ചു തരുന്ന സ്വർഗീയ നിമിഷമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് കടന്നു പോകാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവൻ അവരുടെ മനസ്സ് തുറന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം ഇന്നലകളോളം ജീവിതത്തിലുണ്ടായ വിവിധ തരത്തിലുള്ള ജീവിത അനുഭവങ്ങൾ, അതിലൂടെയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ഗ്രഹിക്കുവാൻ തക്കവിധം നമ്മുടെയൊക്കെ മനസ്സിനെ, നമ്മുടെയൊക്കെ ഹൃദയത്തെ ഒരുക്കുന്ന സ്വർഗീയ നിമിഷമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന നിമിഷമാണ് ഈ വചന ശുശ്രൂഷയുടെയും ഈ രാത്രിയിലെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളുമൊക്കെ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തില് 3-ാമത്തെ അധ്യായത്തില് 16-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: കർത്താവ് അരുളി ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം ജലാശയം കൊണ്ട് ഞാൻ നിറയ്ക്കും. ഈ വരണ്ട അരുവിത്തടം ജലാശയം കൊണ്ട് ഞാൻ നിറയ്ക്കും. കാറ്റോ കോളോ ഉണ്ടാവുകയില്ല. വരണ്ട അരുവിത്തടം ജലം കൊണ്ട് നിറയും. നീയും കന്നുകാലിക്കൂട്ടവും അതിൽ നിന്ന് കുടിക്കും. കർത്താവിന് ഇത് നിസ്സാരമാണ്. കർത്താവിന് ഇത് നിസ്സാരമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ തുറക്കാൻ തയ്യാറാകുമ്പോൾ വറ്റിവരണ്ട അരുവിത്തടം പോലെ ദൈവിക ചൈതന്യവും അഭിഷേകവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയിൽ വീണ്ടും ഒരു ആത്മീയ ചൈതന്യം, വീണ്ടും ഒരു പുതിയ അഭിഷേകം, വീണ്ടും ഒരു പുതിയ ശക്തി
നമ്മളിൽ നിറയ്ക്കാൻ ദൈവത്തിന് സാധിക്കും. അതിന് പ്രത്യേകിച്ചൊരു കാറ്റോ കോളോ ഒന്നും വേണ്ട. തീഷ്ണതയോടെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക്, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക്, പ്രാർത്ഥന അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇതാ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു. കർത്താവിന് ഇത് നിസാരമാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ഈ തിരുവചനം വിശ്വാസത്തോടെ നമുക്ക് ആവർത്തിക്കാൻ പറ്റണം. ജീവിതത്തിലെ നിരവധിയായ വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെയും മുൻപിൽ ഇതൊക്കെ എങ്ങനെയാണ് പരിഹരിക്കപ്പെടാൻ പോകുന്നത്, ഇതിനൊക്കെ എന്താണ് പോൺ വഴി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഈ വചനം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. ഇത് കർത്താവിന് നിസാരമാണ്. എൻ്റെ മുൻപിൽ വലിയ മല പോലെ നിൽക്കുന്ന പ്രശ്നങ്ങൾ, ഒരുപാട് തലവേദനയ്ക്ക് കാരണമാകുന്ന പ്രതിസന്ധികൾ, ഇതൊക്കെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ കർത്താവിനതെല്ലാം പരിഹരിച്ചു തരാൻ സാധിക്കും. ദൈവത്തിന് ഇതൊക്കെ നിസാരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാമുവേലിന്റെ 2-ാം പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന മഹാകാര്യങ്ങൾ കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തിരിക്കുവിൻ. കർത്താവ് നിങ്ങളുടെയും എൻ്റെയും ഈ രാത്രിയുടെ യാമങ്ങളിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ ദൈവ പൈതലിൻ്റെയും ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്ന മഹാകാര്യം കാണാൻ നാം ശ്രദ്ധയോടെ കാത്തിരിക്കുവിൻ. ലോക ചരിത്രത്തില് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വിധത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവിക ഇടപെടലും ഏറ്റുവാങ്ങിയ ഒരു കുടുംബത്തെ നമുക്ക് ബൈബിളിൽ നിന്ന് പരിചയപ്പെടാനായിട്ട് സാധിക്കും. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തില് 3, 4, 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ കുടുംബത്തെ പരിചയപ്പെടാനായിട്ട് സാധിക്കും. മർത്ത, മറിയം, ലാസർ, ഇവര് 3 പേരടങ്ങിയ ആ കുടുംബം. 3-ാമത്തെ സെന്റൻസ് നമ്മളിങ്ങനെ വായിക്കുകയാണ്, കർത്താവേ ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. അതാണ് നമുക്കിന്ന് ചിന്തിക്കാനുള്ള ഒരു തിരുവചനം. 4-ാമത്തെ പോയിന്റിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, 11:4 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. 5-ാമത്തെ സെന്റൻസ് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് ലാസറിനെയും സഹോദരിമാരായ മർത്തായെയും മറിയത്തെയും ഒത്തിരി സ്നേഹിച്ചിരുന്നു. എങ്കിലും ലാസർ രോഗിയാണെന്ന് അറിഞ്ഞിട്ടും 2 ദിവസം കൂടെ അവൻ ആയിരുന്നിടത്ത് തന്നെ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഒരുപാട് ദൈവീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന, ദൈവാനുഗ്രഹം കൊണ്ട് നിറഞ്ഞ ഐശ്വര്യം പ്രാപിച്ച, ചരിത്രത്തിൽ ഇന്നോളം കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു കുടുംബമാണ് ലാസറിന്റെ കുടുംബം. നമുക്കറിയാം ചില കുടുംബങ്ങളിലൊക്കെ ദൈവത്തിന്റെ പ്രത്യേക ഐശ്വര്യവും അനുഗ്രഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും, ഐശ്വര്യം എവിടെയുണ്ടോ, ഏത് വ്യക്തിയിലാണോ, ഏത് കുടുംബത്തിലാണോ, എവിടെയാണോ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഐശ്വര്യം നമ്മൾ കാണുന്നത്, അവിടെയൊക്കെ ഒരു ദൈവികതയുണ്ട്. കുടുംബത്തിൽ ദൈവികതയുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലുള്ളവരുടെ, വ്യക്തികളുടെ, കുടുംബനാഥന്റെ, കുടുംബനാഥയുടെ, മക്കളുടെയൊക്കെ ജീവിതത്തിൽ അവർ കൊണ്ടു നടക്കുന്ന ദൈവികത. ഈ ദൈവികത എന്താണ് എന്ന് ചോദിച്ചാൽ,
നമുക്ക് പറയാൻ സാധിക്കും, ദൈവികത എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ, ഒരു കുടുംബത്തിലൊക്കെ നമ്മൾ കാണുന്ന, നമുക്കുണ്ടായിരിക്കേണ്ട ദൈവികത എന്ന് പറയുന്നത് അത് നമ്മുടെ ഐശ്വര്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അടിസ്ഥാനമാകയാൽ ഈ ദൈവികതയെ നമുക്ക് 3-4 പോയിന്റിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന്, ദൈവികത എന്ന് പറയുന്നത് അത് ദൈവാശ്രയ ബോധമാണ്. ദൈവാശ്രയ ബോധമാണ്. 2, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. 3, ദൈവത്തിലുള്ള ശക്തമായ പ്രത്യാശയാണ്. 4, അത് ദൈവവും ആ വ്യക്തിയും തമ്മിലുള്ള, അല്ലെങ്കിൽ ദൈവവും ആ കുടുംബവും തമ്മിലുള്ള ആഴമായ ബന്ധമാണ്. 5, ദൈവത്തോടുള്ള ആഴമായ സ്നേഹമാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് പല തരത്തിൽ ഈ ദൈവികതയെ നമുക്ക് വിവരിച്ച് കാണാനായിട്ട് സാധിക്കും. ദൈവികത എവിടെയുണ്ടോ, ദൈവിക ചൈതന്യം എവിടെയുണ്ടോ, അവിടെയെല്ലാം ഒരു അടിസ്ഥാനമുണ്ട്. കുടുംബത്തിന് അടിസ്ഥാനം വേണം, നമ്മുടെ ആത്മീയ ജീവിതത്തിന് അടിസ്ഥാനം വേണം. ആ അടിസ്ഥാനമുണ്ടെങ്കിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാമത്തെ തിരുവചനം അവിടെ അന്വർത്ഥമാകുകയാണ്. പാറമേൽ പണിയപ്പെട്ട സൗധം പോലെ, പാറമേൽ പണിയപ്പെട്ട സൗധം പോലെ ദൈവികതയുള്ളിടത്ത് ഒരു കെട്ടുറപ്പുണ്ട്, ഒരു സുരക്ഷിതത്വമുണ്ട്. ദൈവാനുഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരം അവിടെയുണ്ട്. അതുകൊണ്ടല്ലേ പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, കർത്താവിൻ്റെ ഭക്തരെ ഐശ്വര്യവും അനുഗ്രഹവും നിത്യാനന്ദവും പ്രതീക്ഷിക്കുവിൻ. അത് ഈ ദൈവികതയുള്ള കുടുംബങ്ങളിലും വ്യക്തികളിലും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പ്രഭാഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവഭക്തരെ, ദൈവഭക്തരെ, നിങ്ങൾക്കുള്ളതാണ് ഐശ്വര്യം, നിങ്ങൾക്കുള്ളതാണ് അനുഗ്രഹം, നിങ്ങൾക്കുള്ളതാണ് നിത്യായുസ്. ഈ തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 3-ാമത്തെ തിരുവചനം തന്നെ നമുക്കൊന്ന് നോക്കാം. അവിടെ മർത്താ മറിയം സഹോദരിമാര് ഇപ്രകാരം പറയുകയാണ്, കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ഇവിടെ ഈ സഹോദരിമാര് സഹോദരനെ അഡ്രസ് ചെയ്യുന്നത്, പരിചയപ്പെടുത്തുന്നത് സ്വന്തം സഹോദരനെന്നോ ലാസർ എന്നോ പറഞ്ഞല്ല, പിന്നെയോ ഇതാ കർത്താവ് സ്നേഹിക്കുന്നവൻ, കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ഇത് വളരെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു കാര്യമാണ്. സുഭാഷിതം 16:3 നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ പ്രയത്നം കർത്താവിൽ നീ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെന്നുള്ള ആ ഉറച്ച ബോധ്യം നമുക്കില്ല. ഈ മർത്താ മറിയം സഹോദരിമാർക്ക് സഹോദരനെ കുറിച്ച് ഇപ്രകാരം പറയാനായിട്ട് സാധിച്ചത്, അവരെ ദൈവം ലാസറിനെയും ഈ സഹോദരിമാരെയും അവരുടെ കുടുംബത്തെയും ദൈവം ഒത്തിരി ആഴമായി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ ബോധ്യത്തിൽ നിന്നാണ്. അതൊരു ബോധ്യമാണ് അവരുടെ, അതൊരു അനുഭവമാണ് അവരുടെ. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നത്. നമുക്കങ്ങനെ ചിന്തിക്കാൻ സാധിക്കണം, നമുക്കങ്ങനെ പറയാൻ സാധിക്കണം. മറ്റുള്ളവരെയൊക്കെ കാണുമ്പോൾ നമുക്കും തോന്നണം, എന്നെയും ഇവരെയും ഒക്കെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നു, ദൈവം സ്നേഹിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ ദൈവം സ്നേഹിക്കുന്നവരാണ് നമ്മളെന്നുള്ള വലിയ ബോധ്യം വരുമ്പോൾ നമ്മുടെ പ്രയത്നം മുഴുവൻ ദൈവത്തിൽ അർപ്പിക്കാനും, അങ്ങനെ ദൈവത്തിൽ അർപ്പിച്ച് നമ്മുടെ എല്ലാ അധ്വാനങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ദൈവത്തിൽ നിന്ന് ഫലം സ്വീകരിക്കാനും നമുക്ക് സാധിക്കും.
ഇവിടെ ഈ കുടുംബത്തിൽ നമ്മൾ 3 പേരെ കാണുകയാണ്. ഈ 3 പേരിലെ ലാസർ എന്ന് പറയുന്ന വ്യക്തി ഓരോ വിശ്വാസിയുമാണ് പ്രതിനിധീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ വിശ്വാസിയും ഇതുപോലെ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ്. മാത്രമല്ല, ലാസറിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെട്ട് ലാസറിനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിച്ചതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ മുന്നോട്ട് ദൈവത്തിന്റെ ഇടപെടൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു പുതിയ ജീവിതത്തിലേക്ക്, ഒരു പുനരുത്ഥാന ജീവിതത്തിലേക്ക് ദൈവം ആ വ്യക്തിയെ കൊണ്ടുവരും. ആ ഒരു വലിയ സത്യം നമുക്ക് ഈ തിരുവചനത്തിലൂടെ മനസ്സിലാക്കുക സാധിക്കും. ഇനി മർത്താമറിയ സഹോദരിമാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കാര്യം വ്യക്തമാകുന്നുണ്ട്. സാധാരണ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്, ഇല്ലെങ്കിൽ മക്കളുടെ ചില പ്രശ്നങ്ങളാൽ നമ്മൾ വേദനിക്കാറുണ്ട്, പ്രിയപ്പെട്ടവരുടെ ചില രോഗങ്ങൾ നമ്മളെ വേദനിപ്പിക്കാറുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ മർത്താമറിയ സഹോദരിമാർ അവരുടെ സഹോദരൻ ലാസർ രോഗിയായ ഉടനെ തന്നെ യേശുവിനെയാണ് വിവരം അറിയിക്കുന്നത്. ഇതിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം, നാം ആദ്യം ആശ്രയിക്കേണ്ടത് ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നാം ആദ്യം ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ്. ഒരിക്കലൊരു ചേട്ടൻ ഫോണിൽ വിളിച്ചു, ആ ചേട്ടൻ്റെ മകനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വരാൻ. പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മോൻ രോഗിയായിട്ട് 8 മാസമായി. അപ്പം ഇദ്ദേഹം ഈ കുഞ്ഞിന് വേണ്ടി ചെയ്ത ട്രീറ്റ്മെൻ്റ് എല്ലാം പറഞ്ഞു. ഒരുപാട് നല്ല ഹോസ്പിറ്റലിലൂടെ പോയി, ഒത്തിരി പേര് കേട്ട നല്ല ഡോക്ടേഴ്സിനെ പോയി കണ്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആർക്കും എൻ്റെ കുഞ്ഞിൻ്റെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആർക്കും എൻ്റെ കുഞ്ഞിൻ്റെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആശുപത്രിയിലെല്ലാം പോയി മടുത്തു, മരുന്നൊക്കെ കൊടുത്ത് മടുത്തു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ആരോ പറഞ്ഞു തന്നു, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പോകാൻ. അപ്പം ഞാൻ ഈ സഹോദരനോട് ചോദിച്ചു, ഈ 8 മാസം ആശുപത്രികളിൽ കൂടിയൊക്കെ കയറി ഇറങ്ങി നടന്നപ്പോൾ ഒരു ധ്യാനം കൂടുകയോ പ്രാർത്ഥിക്കുകയോ ഈ കുഞ്ഞിൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചില്ല, ഞങ്ങൾ ധ്യാനം കൂടിയില്ല, പള്ളിയിൽ പോകാറില്ല, ജപമാല ചെല്ലാറില്ല, ഞങ്ങൾക്ക് ദൈവവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലപ്പോഴും പ്രശ്നങ്ങളെ, കുടുംബത്തിലെ പല പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ അവസാനം ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. അങ്ങനെയല്ല. ഈ മർത്താമറിയ സഹോദരിമാരുടെ കുടുംബത്തിൽ അവരുടെ ഏക സഹോദരൻ ലാസർ രോഗിയായി എന്ന് പറഞ്ഞാൽ അത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ അത് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വേദിയായി തീർന്നത് അവർക്ക് ആശ്രയിക്കേണ്ടവനിൽ ആശ്രയിക്കാനായിട്ട് സാധിച്ചു, വിളിച്ചപേക്ഷിക്കേണ്ടവനെ വിളിച്ചപേക്ഷിക്കാനായിട്ട് സാധിച്ചു. അതും ഒരു കൃപയാണ്. ദൈവമായതിന് നമുക്ക് കൃപ തരണം, അപ്പോൾ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിച്ചാൽ പിന്നെ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ടാണല്ലോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 25-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മഴ പെയ്തു, കാറ്റൂതി, വെള്ളപ്പൊക്കമുണ്ടായി, പക്ഷേ അത് വീണുപോയില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ മഴ പെയ്യും, വെള്ളപ്പൊക്കമുണ്ടാകും, കൊടുങ്കാറ്റാഞ്ഞടിക്കും, പലതും സംഭവിക്കും. പക്ഷേ ഒന്നിനും, ജീവിതത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾക്കും നമ്മുടെ ജീവിതത്തെ തകർക്കാൻ പറ്റാത്ത വിധം ദൈവാശ്രയബോധമുള്ള ഏതൊരു വ്യക്തിയും ഏതൊരു കുടുംബവും പാറമേൽ പണിയപ്പെട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നമ്മൾ വലിയ ടെൻഷനോടുകൂടി, ആകുലതകളോടുകൂടി, ഉത്കണ്ഠകളോടുകൂടി കൈകാര്യം ചെയ്യുന്ന പല പ്രശ്നങ്ങളും
വളരെ ഈസി ആയിട്ട് നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. ദൈവത്തോടൊപ്പം, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ദൈവ മുൻപിൽ നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് സുഭാഷിതം 23-ാമത്തെ അധ്യായത്തില് 17-18 തിരുവചനങ്ങൾ നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത്: എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക, നിനക്ക് ഭാവി ഉണ്ടാകും. ഈ തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക, നിനക്ക് ഭാവി ഉണ്ടാകും. ഞാൻ ഒരിക്കലും ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ചേച്ചി കരയുകയാണ്. ഞാൻ കാണരുത്, അടുത്തിരിക്കുന്ന ആരും ഇത് കാണരുത് എന്ന് കരുതി മെല്ലെ മെല്ലെ കണ്ണുനീരൊക്കെ ഒപ്പിക്കളയുന്നു. എനിക്ക് മനസ്സിലായി ഈ ചേച്ചി കരയുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ കരയുന്നത്? അപ്പം ഈ ചേച്ചി എന്നോട് പറയുകയാണ്, എനിക്ക് 3 മക്കളുണ്ട്, ഈ 3 മക്കളുടെയും ഭാവി ഓർത്ത് ഞാൻ സങ്കടപ്പെടുകയാണ്. കാരണം അവരുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അവരൊരു ഭാവിയിലും എത്തില്ല, അവർക്കൊരിടത്തും എത്താൻ പറ്റില്ല. ആ ഒരവസ്ഥയിൽ അനുസരണമില്ലാതെ, പഠിക്കാതെ, തോന്നിവാസം, ചീത്ത കൂട്ടുകെട്ടുമൊക്കെ കൂടി മാതാപിതാക്കളുടെ പിടിയിൽപ്പെടാതെ ഇവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം സിസ്റ്റർ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്തിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ചേച്ചിയോട് ഈ വചനം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ചേച്ചി ഇത് ചെയ്യുക. നിങ്ങൾ മാതാപിതാക്കളായ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കുഞ്ഞുങ്ങളെ വഴി നടത്താൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സുഭാഷിതം 23:17-18 ഹൃദയത്തിൽ സൂക്ഷിക്കുക. ദൈവഭക്തിയിൽ മാതാപിതാക്കൾ എപ്പോഴും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാവും, ഉറപ്പാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട്, വേദനകളുണ്ട്, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്, വ്യക്തി ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ദൈവത്തോടൊത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുന്നത്, വചന ശുശ്രൂഷയിലായിരിക്കുന്നത്. വിലാപത്തിന്റെ പുസ്തകത്തില് 3-ാമത്തെ അധ്യായത്തില് 19-ാമത്തെ തിരുവചനം നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. ഒരിക്കൽ നമുക്ക് ഈ വചനം കേൾക്കാം: എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം, ദുഃഖം, വേദന, സങ്കടം, ആകുലത ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ശക്തി ചോർത്തിക്കളയും, ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി കളയും, ജീവിതത്തിൻ്റെ സന്തോഷം കളഞ്ഞുകൊളിയും. എന്നാൽ തിരുവചനം പറയുകയാണ്, വിലാപത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 22-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: എന്നാൽ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ദുഃഖവും വേദനയും നിരാശയും സങ്കടവും ഒക്കെ കടന്നു വരുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അമർത്തി വെക്കരുത്, സൂക്ഷിച്ചു വെക്കരുത്. തിരുവചനം പറയുന്ന ഒരു കാര്യം നമ്മൾ ഓർക്കണം: നമ്മളെ ദുഃഖത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നത്, ദുഃഖനിരാശ ബന്ധനങ്ങളെ തകർത്ത് കളയുന്നത് ഒരേ ഒരു കാര്യമാണ്. അതാണിത്: ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. ജീവിതത്തിൽ നമ്മളെ പ്രത്യാശയുള്ളവരാക്കുന്നത്, ജീവിതത്തിൽ നമ്മളെ സന്തോഷമുള്ളവരാക്കുന്നത്, ജീവിതത്തിൽ യഥാർത്ഥ സമാധാനം അനുഭവിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: കർത്താവിന് നമ്മളോടുള്ള സ്നേഹം. അതൊരിക്കലും അവസാനിക്കുന്നില്ല. ദൈവത്തിൻ്റെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ
ഏത് ദുഃഖങ്ങളിൽ നിന്നും നമ്മൾ മോചിതരാകും. ഏത് തരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും നമ്മൾ വിമുക്തരാകും. ഒരിക്കല് ഒരമ്മ ഫോണിൽ വിളിച്ചു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. വളരെ വിദൂരങ്ങളിൽ നിന്നാണ് ഈ അമ്മ വിളിക്കുന്നത്. അപ്പൊ അമ്മയുടെ ദുഃഖങ്ങളൊക്കെ അമ്മ പങ്കുവെച്ചു. അമ്മയുടെ ദുഃഖം അമ്മയുടെ മക്കളെക്കുറിച്ചും അമ്മയുടെ ഭർത്താവിനെ കുറിച്ചുമാണ്. സിസ്റ്റർ, മക്കൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം, എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ഒത്തിരി വേദനിക്കുന്ന ഒരമ്മയാണ് എന്നൊക്കെ പങ്കുവെച്ചു. ഈ ഫോണിലൂടെ ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു തന്നു, കാലൊടിഞ്ഞ് കട്ടിലിരിക്കുന്ന അമ്മയുടെ പ്രാർത്ഥനയെല്ലാം ഈശോ കേൾക്കുന്നുണ്ടെന്ന് പറയുക. ഞാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നതുപോലെ തന്നെ പറഞ്ഞു, അമ്മേ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, കാലൊടിഞ്ഞ് കട്ടിലിരിക്കുന്ന അമ്മയുടെ എല്ലാ പ്രാർത്ഥനയും ഈശോ സ്വീകരിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മ ഉറക്കെ കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, അമ്മ എന്തിനാ കരയുന്നത്? അപ്പൊ ഈ അമ്മ എന്നോട് പറയുകയാണ്, എൻ്റെ മോളെ, ഞാൻ ഇപ്പൊ കരഞ്ഞത് സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ടാ. ഞാൻ ചോദിച്ചു, എന്തിനാ ഇപ്പൊ സന്തോഷമുണ്ടായത്? എങ്ങനെ ഇപ്പൊ ഹൃദയത്തിൽ സന്തോഷമുണ്ടായത്? അപ്പൊ ഈ അമ്മ എന്നോട് പറയുകയാണ്, എന്നെ ഇത്രമാത്രം അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് സങ്കടപ്പെടുന്നത്? എന്നെ ഇത്രമാത്രം അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഞാൻ ചോദിച്ചു, എങ്ങനെയാ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായത്? അപ്പൊ ഈ അമ്മ എന്നോട് പറയുകയാണ്, ഞാനാണ് കാലൊടിഞ്ഞ് കട്ടിലിരിക്കുന്നത്. ഞാൻ എൻ്റെ കാര്യം മാത്രം സിസ്റ്ററിനോട് പറഞ്ഞില്ല. സിസ്റ്റർ എന്നിൽ നിന്ന് എത്രയോ വിദൂരങ്ങളിലാണ്. ഞാനൊരു ദേശത്ത്, സിസ്റ്റർ വേറൊരു ദേശത്ത്. പക്ഷേ കാലൊടിഞ്ഞ് 3 മാസമായിട്ട് കട്ടിലേൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന എന്നെ ദൈവം തമ്പുരാൻ കാണുന്നുവെന്ന് എനിക്ക് വ്യക്തമായി. എൻ്റെ ദുഃഖങ്ങളെല്ലാം വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇങ്ങനെയാണ്. ദൈവം എന്നെ അറിയുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം തൻ്റെ കരുണയാൽ എന്നെ എപ്പോഴും വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ബോധ്യങ്ങള്, അനുഭവങ്ങളായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ദുഃഖവും സങ്കടവും ഒക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്. അതുകൊണ്ടാണ് തിരുവചനം നമ്മളോട് പറയുന്നത്, ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞില്ലേ, ഒരു ക്രിസ്ത്യാനിക്ക് സങ്കടപ്പെടാൻ അവകാശമില്ല, നിരാശപ്പെടാൻ അവകാശമില്ല, ആത്മഹത്യ ചെയ്യാൻ അവകാശമില്ല. കാരണം നിങ്ങളെ അറിയുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന പൊന്നുതമ്പുരാൻ നിങ്ങളോടെപ്പോഴുമുണ്ട്. ഇത് കൂടുതലായി ദൈവം നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി ആരും നമ്മളെ സ്നേഹിക്കുന്നില്ല. നിത്യമായ സ്നേഹത്താൽ, അനന്തമായ സ്നേഹത്താൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഈ ബോധ്യം മർത്ത മറിയം സഹോദരിമാരുടെ മനസ്സിൽ വളരെ ആഴമായിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് അവര് പറഞ്ഞത്, കർത്താവേ, ഇതാ നീ സ്നേഹിക്കുന്നവൻ. നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവം സ്നേഹിക്കുന്നുണ്ട് നമ്മളെയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ 9:8, കർത്താവിന്റെ കണ്ണ് അവരുടെ മേലുണ്ട്. ദൈവം സ്നേഹിക്കുന്ന ഓരോ ദൈവ പൈതലിന്റെ മേലും ദൈവത്തിന്റെ കണ്ണ് എപ്പോഴുമുണ്ട്. സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ള അവിടുത്തെ കണ്ണുകൾക്കുള്ളിൽ, അവിടുത്തെ സംരക്ഷണത്തിനുള്ളിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഒരിക്കലൊരു സഹോദരൻ, അദ്ദേഹത്തിന് വലിയ ദുഃഖവും വേദനയും വിഷമവും ഒക്കെ ആയിരുന്ന കാലഘട്ടങ്ങളിൽ ഉറങ്ങാൻ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നു നോക്കി, ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കം നഷ്ടപ്പെട്ടു പോയ രാത്രിയുടെ യാമങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ കാണുകയാണ്, മനോഹരമായൊരു ലേഖന ചുരുൾ ഇദ്ദേഹത്തിന്റെ മുൻപിലേക്ക് ഇറങ്ങി വരുന്നു. ആ ലേഖന ചുരുളിന്റെ മുകളിൽ മനോഹരമായ ഒരു ഹെഡിങ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഹെഡിങ് ഇങ്ങനെയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പേരുകൾ.
കുറേ പേരുകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ആഗ്രഹം. എന്താണ് ആഗ്രഹം? താനും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ഒരാഗ്രഹം. ഓരോ പേരും വായിച്ചു നോക്കി, പക്ഷെ പേരൊന്നും കാണുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് കാണുന്നില്ല. വേറെ പലരുടെയും പേര് അതിലുണ്ട്, അദ്ദേഹത്തിന്റെ പേര് കാണുന്നില്ല. സങ്കടം വർദ്ധിച്ചു. വീണ്ടും തിരിഞ്ഞും മറിഞ്ഞും ഉറങ്ങാൻ ശ്രമിച്ച് കിടക്കുമ്പോൾ അദ്ദേഹം കാണുകയാണ് വേറെ ഒരു ലേഖന ചുരുള് ഇദ്ദേഹത്തിന്റെ മുൻപിലേക്ക് ഇറങ്ങി വരികയാണ്. അത് അദ്ദേഹം നോക്കി. ആ ലേഖന ചുരുളിന്റെ മുകളിലും മനോഹരമായിട്ടുള്ളൊരു ഹെഡിങ് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? ദൈവം സ്നേഹിക്കുന്നവരുടെ പേരുകൾ. ആദ്യത്തേത് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പേരുകൾ, രണ്ടാമത്തേത് ദൈവം സ്നേഹിക്കുന്നവരുടെ പേരുകൾ. അങ്ങനെയായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായി ഇതിലെങ്കിലും തൻ്റെ പേര് ഉണ്ടോ എന്ന് അറിയാൻ, ഇതിലെങ്കിലും തൻ്റെ പേരുണ്ടോ എന്നറിയാൻ വേണ്ടി ഇദ്ദേഹം വളരെ ആകാംക്ഷയോടെ ഈ ലേഖന ചുരുളിലേക്ക് നോക്കുമ്പോൾ ഇദ്ദേഹം കാണുകയാണ് ഒന്നാമതായിട്ട് എഴുതിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദുഃഖമെല്ലാം പോയി, എൻ്റെ സങ്കടമെല്ലാം പോയി. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കാതിരുന്നിട്ടും ദൈവം സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഒന്നാമതാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഓർക്കേണ്ട ഒരു സത്യം ഇതാണ്. ഒരുപക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ ദൈവത്തെ നമ്മൾ ആഴമായി സ്നേഹിച്ചിട്ടില്ല എങ്കിൽ പോലും ദൈവം സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഒന്നാമതാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 30-ാമത്തെ അധ്യായത്തില് 20-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെയല്ലേ വായിക്കുന്നത്? കഷ്ടതയുടെയും കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. അതാണ് സത്യം. കഷ്ടതയുടെ അപ്പം കിട്ടും, ക്ലേശത്തിന്റെ ജലം കിട്ടും, പക്ഷേ നിന്റെ ഗുരു നിന്നിൽ നിന്ന് ഒരിക്കലും മറഞ്ഞിരിക്കുന്നില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. ഇതാണ് വഴി, ഇതിലേ പോകുക. ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും നമ്മളെ വഴി നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും നമ്മളെ വഴി നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകനും ഇപ്രകാരം പറഞ്ഞു വെച്ചത് 31:3 എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അനന്തവുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ വ്യക്തി ജീവിതവും ഒക്കെ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് പടി കയറുന്നത് എപ്പോഴാ? ദൈവവും നമ്മളും തമ്മിലുള്ള ഈ സ്നേഹബന്ധം കൂടുതൽ ആഴപ്പെടുത്തുമ്പോഴാണ്. ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ജീവിതത്തിന് ചില മാറ്റങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് വിശുദ്ധ അമ്മ ത്രേസ്യ പറഞ്ഞത്, നാം ഒരു നിമിഷമെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ദൈവത്തെ വിട്ടുപോകാൻ പറ്റില്ല എന്ന്. ഉണ്ട്. ഈ ദൈവസ്നേഹ അനുഭവത്തിലേക്ക് ദൈവം ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഈശോ കടൽ തീരത്ത് ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ശിമിയോന്റെ വള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് ഈശോ ശിമിയോനോട് പറയുന്ന ഒരു വചനം ഇതാണ്: അല്പം അകലങ്ങളിലേക്ക് മാറ്റുക, ഈ വള്ളം അല്പം അകലങ്ങളിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവികത, ദൈവാനുഗ്രഹം ഇതൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, ഒരു കുടുംബത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് അല്പം മാറ്റത്തിന് തയ്യാറാകുമ്പോഴാണ്. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരല്പം മാറ്റത്തിന് തയ്യാറാകുമ്പോൾ ദൈവാനുഗ്രഹങ്ങൾ പെരുമഴ പോലെ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് സങ്കീർത്തനം 91:14 നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്: അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. ലാസറിന്റെ ജീവിതത്തിൽ നമ്മളതാ കാണുന്നത്. എപ്പോഴും ലാസർ ഈശോയുടെ കൂടെയായിരുന്നു.
ഈശോയും ലാസറും വലിയ സുഹൃത്തുക്കളായിരുന്നു. വളരെ ആഴമേറിയ ഒരു ബന്ധമായിരുന്നു ഈശോയും ലാസറും തമ്മിൽ. ഈ തിരുവചനം അതേപടി ലാസറിന്റെ ജീവിതത്തിൽ അന്വർത്ഥമായിരിക്കുകയാണ്. അവൻ എന്നോട് ഒട്ടിച്ചേർന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആരാണോ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകുന്നത്, നമുക്ക് രക്ഷയുണ്ട്. സാമുവേലിന്റെ 2-ാം പുസ്തകത്തില് 7-ാമത്തെ അധ്യായത്തില് 18-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ദാവീദ് പറയുകയാണ്, ദൈവമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഇത്രയോളം സ്നേഹിക്കാനും ഉയർത്താനും ഞാൻ ആരാണ്? അതാ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, പറയാനുള്ളത്. ഇത്രമാത്രം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു, ഇത്രമാത്രം ദൈവം നമ്മളെ വഴി നടത്തി, എത്രത്തോളം ശക്തമായിട്ട് ദൈവം നമ്മളെ സംരക്ഷിച്ചു. ആ സംരക്ഷണവും സ്നേഹവും കരുതലും പരിപാലനയൊക്കെ ഹൃദയത്തിൽ അനുഭവിച്ചിട്ട് ദാവീദ് പറഞ്ഞതുപോലെ തന്നെ നമ്മളും പറയണം, ദൈവമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഇത്രയും സ്നേഹിക്കാനും ഉയർത്താനും ഞാൻ ആരാ? അർഹിക്കാത്ത നന്മകൾ, ആഗ്രഹിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞു. അപ്പൊ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്കൊരു ഓർമ്മ വരണം. ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യം ഹൃദയത്തിലുണ്ടാകണം. ദൈവത്തിൽ നമ്മൾ ഒരിക്കലും അകന്നു പോകരുത്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്കില്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റില്ല. ഇതൊരു വലിയ കൃപയാണ്, അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്ന ചില വ്യക്തികൾക്ക് ആ പ്രതിസന്ധിയുടെ നിമിഷത്തിൽ പോലും ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റാത്തത് കാണുന്നുണ്ട്. ഒരിക്കല് രോഗിയായി മരണം മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുന്ന ഒരു മകൻ അവൻ്റെ മാതാപിതാക്കളോട് അവനെ പരിചയമുള്ള പലരും പറഞ്ഞു, നിങ്ങളൊരു ധ്യാനം കൂടി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് ഒരുപാട് പേര് ഉപദേശിച്ചു. പക്ഷേ സ്വന്തം മകനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി പോലും ആ മാതാപിതാക്കള് ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായില്ല. ഇതൊരു ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ദൈവം നമുക്ക് നൽകുന്ന കൃപയാണ്. ഈ കൃപ നമ്മൾ സ്വീകരിക്കണം. ദൈവത്തിൽ ആശ്രയിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. എങ്കിലേ നമ്മുടെ പ്രതിസന്ധികളിൽ മാത്രമല്ല, എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, 16-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ തിരുവചനം, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന സന്തോഷം, ദൈവം കൊടുക്കുന്ന സംരക്ഷണം അത് ഈ ലോകത്തിൽ വേറെ ആർക്കും തരാൻ പറ്റത്തില്ല. അപ്പം പ്രതിസന്ധികളിൽ പോലും, പ്രശ്നങ്ങളുടെ നടുവിൽ പോലും ദൈവത്തെ ആശ്രയിക്കുന്നത്, ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നത്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് ഒരു പോരായ്മയായിട്ട് കാണുകയാണ് എങ്കിൽ നമ്മുടെ സ്ഥിതി എന്താകും? ആ മാതാപിതാക്കളോട് പലരും ചോദിച്ചു, നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾക്ക് വലുതല്ലേ, എന്നിട്ടും എന്തിയെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാത്തത്? എന്നിട്ടും എന്തിയെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാത്തത്? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലതരത്തിലുള്ള ദുഃഖങ്ങളുണ്ട്. ചിലപ്പം ചിലരുടെ ദുഃഖങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിച്ചു കിട്ടാത്തത് കൊണ്ട് എന്ന് പറയുമ്പോൾ, നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, പക്ഷെ അത് കിട്ടുന്നില്ല. നല്ലൊരു വിവാഹം ആലോചന വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പക്ഷെ അത് നടക്കുന്നില്ല. അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു വിദ്യാഭ്യാസത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, സാധിക്കുന്നില്ല. അങ്ങനെയായിരിക്കാം ചിലരുടെയൊക്കെ ജീവിതത്തിലെ ദുഃഖം. മറ്റു ചിലരുടെ ജീവിതത്തിലെ ദുഃഖം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കരുതേ എന്ന് കരുതുന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ദുഃഖമാകാം. ഈ മർത്താ മറിയം സഹോദരിമാരുടെ ജീവിതത്തിൽ അങ്ങനെയാ. അവരുടെ സഹോദരൻ ലാസർ രോഗിയാകരുതെന്നും
മരണപ്പെടരുതെന്നും അവർ ആഗ്രഹിച്ചു. പക്ഷെ ഇത് സംഭവിച്ചു. ഈ രണ്ട് ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കാത്തതിന്റെ ദുഃഖവും ആഗ്രഹിച്ചത് പലതും സംഭവിക്കാത്തതിന്റെ ദുഃഖമൊക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആഗ്രഹിക്കാനും സ്വപ്നം കാണാനും പറ്റാത്ത മറ്റൊരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട്. അതാണ് ഈ ലാസറിന്റെ കുടുംബത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അവരാഗ്രഹിച്ചതുപോലെ ഒന്നും അല്ല നടന്നത്. അവരാഗ്രഹിക്കാത്തത് പലതും സംഭവിച്ചു. പക്ഷേ അത് അവർക്ക് സ്വപ്നം കാണാനോ ചിന്തിക്കാനോ പറ്റാത്ത തരത്തിലുള്ള വലിയ ദൈവിക ഇടപെടലിന് കാരണമായി തീർന്നു. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ ദൈവത്തിനിടപെടാനുള്ള സമയമാണ്. ദൈവത്തിനിടപെടാനുള്ള കാരണങ്ങളാണ്. ദൈവം അവിടെയൊക്കെ ഇടപെടും. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ രോഗിയായ ലാസറിനെ കുറിച്ച് സഹോദരിമാര് വിവരം അറിയിക്കുമ്പോൾ ഈശോ പറയുന്ന ഒരു സന്ദേശം, ഈ രോഗം മരണത്തിൽ അവസാനിക്കുകയില്ല. ഉറപ്പായിട്ട് പറയുകയാണ്, ഈ രോഗം മരണത്തിൽ അവസാനിക്കുകയില്ല. പ്രത്യുത ഇത് ദൈവത്തിന്റെ മഹത്വത്തിനും ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, യേശുവിൻ്റെ മരണത്തിന് വഴിതെളിച്ച ഒരു സംഭവമാണ് ലാസറിന്റെ ഉയർപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറയുന്നത്, യേശുവിൻ്റെ മരണം അത്രയും അടുത്ത് എത്തിച്ചത് ലാസറിന് കൊടുത്ത ഈ അനുഗ്രഹമാകയാൽ, ലാസറിന്റെ ഉയർപ്പാകയാൽ ഈശോ പറയുകയാണ്, ഇത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാ എന്ന് പറഞ്ഞാൽ, ഈശോയുടെ പീഡാസഹനത്തിലൂടെയും ഈശോയുടെ കുരിശുമരണത്തിലൂടെയും ഈശോയുടെ ഉത്ഥാനത്തിലൂടെയുമാണ് ദൈവം മഹത്വപ്പെട്ടത്, ദൈവപുത്രനെ ദൈവം മഹത്വപ്പെടുത്തിയത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും പ്രതിസന്ധികളും ഒക്കെ ദൈവം എന്നിൽ മഹത്വപ്പെടാൻ പോകുന്നതിൻ്റെ, ദൈവം എന്നെ മഹത്വപ്പെടുത്താൻ പോകുന്നതിൻ്റെയൊക്കെ അടയാളമാണ്. ഈശോ പറയുന്നുണ്ടല്ലോ, മർത്തായെയും മറിയത്തെയും ലാസറിനെയും ഈശോ സ്നേഹിച്ചിരുന്നു. ഈശോ അവരെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. ഈശോയില് ദൈവിക സ്നേഹമുണ്ട്, മാനുഷികമായ സ്നേഹമുണ്ട്. എന്നിട്ട് ഈശോ പറയുന്നു, ഇവരെ ഒത്തിരി ഈശോ സ്നേഹിച്ചിരുന്നിട്ടും ഇവരിലേക്ക് ഈശോ കടന്നു ചെന്നത് 2 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇവരിലേക്ക് ഈശോ കടന്നു ചെല്ലുന്നത് 2 ദിവസങ്ങൾക്ക് ശേഷമാണ്. അതായത് ഈ മാനുഷികമായ സ്നേഹത്തെ ദൈവിക സ്നേഹം എന്ത് ചെയ്തു? ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. ദൈവത്തിൻ്റെ ഹിതം എന്താണോ അതിലേക്ക് ദൈവം ഇവരെ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, 11-ാം അധ്യായത്തില് 15-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാത്തതിൽ സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഇവിടെ ഈ സഹോദരിമാരെ യേശുവിനെ രോഗവിവരം ധരിപ്പിക്കുമ്പോൾ ഈശോ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. എപ്പോഴാ രോഗിയായതെന്നോ ആശുപത്രി പോയോന്നോ എന്താണോ ഒന്നും ഈശോ ചോദിക്കുന്നില്ല. ഈശോ ഉടനടി ഉത്തരം കൊടുക്കുകയാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായ എല്ലാം ഈശോ അറിയുന്നു. ഒന്നും യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല, എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ സംഭവിക്കുന്നതാണ്. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ സംഭവിക്കുന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കാതിരിക്കുമ്പോൾ ദൈവം അത് കൂടുതൽ ദൈവമഹത്വത്തിന് ഉതകും വിധം ക്രമീകരിക്കുകയാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഭർത്താവ് പറയും, സഹോദരിമാര് ആഗ്രഹിച്ചത് സഹോദരന് ഒരു രോഗശാന്തിയാണെങ്കിൽ ഈശോ ആഗ്രഹിച്ചത് അതിലും വലിയ അത്ഭുതമാണ്. ഇതുപോലെ നമ്മളെ ദൈവം സ്നേഹിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതിലും ഉപരി നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പൊ ദൈവത്തിന്റെ പദ്ധതിയാകയാൽ നമ്മൾ ദൈവത്തിന്റെ പദ്ധതിയിൽ സംഭവിക്കേണ്ട ദൈവിക നന്മകൾക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക, കാത്തിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 50-ാമത്തെ അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ
എനിക്ക് തിന്മ ചെയ്തു. പക്ഷേ ദൈവം എനിക്കത് നന്മയാക്കി മാറ്റി. അതുകൊണ്ട് ജീവിതത്തിൻ്റെ മുറിവുകളിലേക്ക് നമ്മൾ ആരും നോക്കി അസ്വസ്ഥരാകേണ്ടതില്ല. നിങ്ങളെനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം എനിക്കത് നന്മയാക്കി മാറ്റി. ജീവിതത്തിലുണ്ടാകുന്ന വേദനകളും മുറിവുകളും വിഷമങ്ങളും ഒന്നും ഓർത്ത് നമ്മളാരും നിരാശപ്പെടേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല, അതോർത്ത് ദുഃഖിക്കേണ്ടതില്ല. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിൽ നമ്മുടെ ഉപരി നന്മയ്ക്ക് കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 23-24 തിരുവചനം നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു: മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. നമ്മൾ സുഖലോലുപതയിലേക്കും മദ്യാസക്തിയിലേക്കും ജീവിതത്തിൻ്റെ പല വികൃതകളിലേക്കും ആഡംബരങ്ങളിലേക്കും ഒക്കെ തിരിയുമ്പോൾ, ജീവിതത്തിലെ സുഖം മാത്രം തേടുമ്പോൾ, സഹനങ്ങളെയും വേദനകളെയും നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ നമുക്ക് ദൈവാനുഗ്രഹം അവിടെയെല്ലാം കുറയുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഈശോ ഇപ്രകാരം പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 18:1 നമ്മൾ വായിക്കുന്നുണ്ട്: ഇത് പിതാവിൻ്റെ ഹിതമാണ്. ഇത് പിതാവിൻ്റെ ഹിതമാണ്. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാം, ജീവിതത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ വലിയ ആനന്ദമായി, ജീവിതത്തിൽ വലിയ സന്തോഷമായി. അതുകൊണ്ടാണ് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവൻ അവരുടെ മനസ്സ് തുറന്നു എന്നുള്ള വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. കാരണം വിശുദ്ധ ലിഖിതം ഗ്രഹിക്കുന്നത് പോലെ തന്നെ ജീവിത അനുഭവങ്ങളിലൂടെ എന്നോട് സംസാരിക്കുന്ന, ജീവിത അനുഭവങ്ങളിലൂടെ എന്നോട് ഇടപെടുന്ന, പല ദുഃഖങ്ങളിലൂടെയും വേദനകളിലൂടെയും എന്നെ മഹത്വപ്പെടുത്താൻ പദ്ധതികൾ ഒരുക്കുന്ന ദൈവത്തിൻ്റെ ആ പദ്ധതിക്കായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കണം. ആ ഒരു ബോധ്യം ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്: എൻ്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് കാണുമ്പോൾ, ദൈവം ഇതെല്ലാം ഉപരി മഹത്വത്തിനായിട്ട് ക്രമീകരിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിലെ ഏത് ചെറുതും വലുതുമായ ദുഃഖങ്ങളിൽ ദൈവം മഹത്വപ്പെടുന്നുണ്ട്, ദൈവം എന്നെ മഹത്വപ്പെടുത്തുന്നുണ്ട്, ദൈവം മഹത്വപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമ്പോൾ നമ്മൾ പ്രതിസന്ധികളിൽ തകർന്നു പോകില്ല. അതുകൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങൾക്കറിയാവുന്നത് പോലെ ഞങ്ങൾ വളരെയേറെ പീഡകൾ സഹിക്കുകയും ഫിലിപ്പിയിൽ വെച്ച് അപമാനിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും കഠോരമായ ക്ലേശങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കാൻ ധൈര്യം ദൈവം ഞങ്ങൾക്ക് തന്നു. നാം നിരാശയോടെ നമ്മിലേക്ക് തിരിയുമ്പോൾ നമ്മിലൂടെ ദൈവ സ്വപ്നം കാണുന്ന നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതിലപ്പുറം ഈശോ പറഞ്ഞതുപോലെ നമ്മളും പറയണം: എൻ്റെ പിതാവാണ് എനിക്കിത് തന്നത്, ഇത് എൻ്റെ പിതാവിൻ്റെ ഹിതമാണ്. അങ്ങനെ സഹനങ്ങളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ധൈര്യപൂർവ്വം നേരിടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു വലിയ ദൈവികത ഉണ്ടാകും. ആത്മീയ മനുഷ്യരായി നമ്മൾ മാറും. അതുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻസാമ ഇങ്ങനെ പറഞ്ഞത്: എനിക്കെല്ലാവരെയും സ്നേഹിക്കാനേ പറ്റൂ, എനിക്ക് ആരെയും വെറുക്കാൻ പറ്റത്തില്ല, എനിക്കാരോടും വെറുപ്പില്ല. സഹനം എപ്പോഴും മറ്റുള്ളവരിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വേദനിപ്പിക്കലുകൾ, നൊമ്പരപ്പെടുത്തലുകൾ, തെറ്റിദ്ധാരണകൾ, കുറ്റപ്പെടുത്തലുകളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അർഹിക്കുന്ന സ്നേഹവും പരിപാലനയും പരിഗണനയൊക്കെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ, മനസ്സിൽ മുറിവും വെറുപ്പും വിദ്വേഷമൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ ആത്മീയത, ദൈവികത നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് കൊടുത്തിട്ട് നമുക്കും വിശ്വസിക്കാം, ദൈവം എന്നെ സ്നേഹിക്കുന്നു. നിരാശപ്പെടേണ്ട കാര്യമില്ല, സങ്കടപ്പെടേണ്ട കാര്യമില്ല, ദൈവം എന്നെ സ്നേഹിക്കുന്നു. അതാണല്ലോ ബെനഡിക്റ്റ് മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. ഒരു ക്രിസ്ത്യാനിക്ക് സങ്കടപ്പെടാൻ അവകാശമില്ല, ഒരു ക്രിസ്ത്യാനിക്ക് നിരാശപ്പെടാൻ അവകാശമില്ല, ഒരു ക്രിസ്ത്യാനിക്ക് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ അവകാശമില്ല. കാരണം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു വലിയ പ്രത്യാശ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിച്ചാൽ നമുക്കെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കാനായിട്ട് സാധിക്കും, നമുക്കെപ്പോഴും സമാധാനമുള്ളവരായിരിക്കാനായിട്ട് സാധിക്കും. നമുക്കൊരു നിമിഷം കരങ്ങൾ കുപ്പി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി, ലാസറിന്റെ കുടുംബത്തിൽ സംഭവിച്ചതുപോലെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ദുഃഖമൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട്, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലും പ്രതിസന്ധിയിലും ഞാൻ തളർന്നിരിക്കുന്ന അവസ്ഥയൊക്കെ എന്നിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട്, ആത്മീയ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ കർത്താവേ, ആത്മീയ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ. വിശുദ്ധ കൊച്ചുത്രേസ്യ പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ, ഞാനും പ്രാർത്ഥിക്കുന്നു. ഞാനാകുന്ന ഈ ചെറുവഞ്ചി അങ്ങാകുന്ന ആ പ്രകാശരേഖയിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാൻ ഇടവരാത്ത വിധം അങ്ങയുടെ ആത്മാവിൻ്റെ പ്രകാശ കതിരുകൾ എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരകളിലേക്ക് അങ്ങ് ചൊരിഞ്ഞു തരണമേ. ഒരിക്കലും അങ്ങ് തെളിച്ചു തരുന്ന വഴി വിട്ടു പോകാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.